ഒന്ന്, അത് ഭാരത് റൈസ് എന്നല്ല അതിനെ വിളിക്കേണ്ടത്, ഇലക്ഷൻ റൈസ് എന്നാണ് വിളിക്കേണ്ടത്. ഇപ്പോ BJP അധികാരത്തിൽ വന്നിട്ട് 10 വർഷമായല്ലോ. ഈ 10 വർഷം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇലക്ഷൻ റൈസുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തോട് BJP ചെയ്ത, കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള കൊടും പാതകത്തെ ഈ അരി വിതരണം കൊണ്ട് മറികടക്കാനാവില്ല. ഇന്നലെയാണല്ലോ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെയും കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയത്. കേരളത്തിന് ഗത്യന്തരമില്ലാത്ത സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. 57,400 കോടി രൂപയുടെ ഭീമമായ വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ. അപ്പോൾ കോടതി കേരളത്തിന്റെ ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ ആദ്യം ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്ന് നോക്കാൻ പറഞ്ഞത്. ആ ചർച്ചയിലും കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാടാണ് എടുത്തത്. ഒട്ടും അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ കേരളത്തെ മുഴുവൻ ദുരിതത്തിലാഴ്ത്തുകയും വെള്ളപ്പൊക്കക്കാലത്ത്, പ്രളയകാലത്തെ അരിക്ക് വരെ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയവർ തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ഇലക്ഷൻ റൈസുമായിട്ട് ഇറങ്ങിയാൽ ആ വഞ്ചനയിൽ ജനങ്ങൾ അകപ്പെടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ആദ്യം BJP മറുപടി പറയേണ്ടത് പ്രളയകാലത്ത് തന്ന അരിക്ക് കണക്ക് പറഞ്ഞ് ഷൈലോക്കിനെ പോലെ വിലപേശി പൈസ വാങ്ങിയതിനാണ്. അതിന് സമാധാനം പറയട്ടെ. അല്ല, അപ്പൊ ഇതെല്ലാം ചർച്ചാ വിഷയമാക്കാൻ സഹായകരാവുമല്ലോ. ഇലക്ഷൻ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തന്ന അരിക്ക് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങി, അതുപോലെ തന്നെ സൈന്യത്തിന്റെ സഹായം തന്നതിന്റെ ബില്ല് കൃത്യമായിട്ട് വാങ്ങി, അതിനു പുറമെ പുറത്തുനിന്നുള്ള സഹായം സ്വീകരിക്കാനും കഴിഞ്ഞില്ല. ഈ ഫലത്തിലിപ്പോൾ BJPക്ക് തിരിച്ചടിയാവുന്നു, അതിനനുവദിച്ചില്ല. ഫലത്തിലിപ്പോൾ BJPക്ക് തിരിച്ചടിയാവുകയാണോ? അപ്പോൾ ശരിക്കും തീർച്ചയായിട്ടും ഈ വില കുറഞ്ഞ അഭ്യാസമൊക്കെ ജനത്തിന് മനസ്സിലാവും. സപ്ലൈകോയിൽ സബ്സിഡി വർദ്ധിപ്പിക്കുക ചെയ്തത്. അപ്പൊ എങ്ങനെ വില കൂടുക? നേരത്തെ 25% സബ്സിഡി ഉണ്ടായിരുന്നത്, ഇപ്പൊ 35% കൂട്ടി. അതാണ് ചെയ്തിട്ടുള്ളത്. സപ്ലൈകോ നിലനിർത്തുകയാണ് ആവശ്യം. സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടാവണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അതുണ്ടാവും. അതിനാവശ്യമായിട്ടുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സബ്സിഡിയേക്കാൾ 10% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.